എനിക്ക് അപ്പോഴേ തോന്നിയതാ ബഷീറെ ഇവനാ പോക്ക് പോകുന്നു. അയാൾ ഒരു കലാകാരനല്ല, ശരീരം കണ്ടാൽ അറിയാം. അതെങ്ങനെ അറിയാം? അതെങ്ങനെ അറിയാവുന്നു? എടോ മസിൽസ് ഇല്ലടോ. ശരീരശാസ്ത്രം അവിടെ നിൽക്കട്ടെ, പകരം ഒരാള് വേണമല്ലോ. അതിനാണോ വിഷമം? ശൗര്യല്ലേ തടിപോലെ നിൽക്കുന്നത്? ഞാനിതുവരെ നാടകം കളിച്ചിട്ടില്ല. താനിന്ന് റിഹേഴ്സൽ കാണുന്നവനല്ലേ? നാടകത്തിലെ പാട്ടും പറച്ചിലും ഒക്കെ ശബരിക്ക് കാണാപ്പാടമാ. 10 ആളിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മുട്ടുകൂട്ടി ഇടിക്കരുത്. സ്റ്റേജ് എന്ന് പറഞ്ഞാ ചില്ലറ കളിയൊന്നുമല്ല. പുഞ്ചവരമ്പത്തോട് നടക്കുന്ന പോലെ അല്ല സ്റ്റേജ്. വേണ്ട ശൗരി. എന്നാ പിന്നെ തനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ? അയ്യോ ശൗര്യ എന്നെ ചെയ്താ മതി. മതി. ഒന്ന് ശ്രമിച്ചു നോക്കണം ശൗരി. ശൗര്യ ഒന്ന് ശ്രമിച്ചു നോക്ക്. ധൈര്യമായിട്ട് ശ്രമിച്ചു നോക്കണം. ശ്രമിച്ചു നോക്കാം അല്ലയോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആദ്യം പട്ടിണി മാറ്റാൻ മണ്ണിൽ പണി ചെയ്യ്, എന്നിട്ടാട്ടെ സ്വാതന്ത്ര്യം. ആദ്യം പട്ടിണി മാറ്റാൻ മണ്ണിൽ പണി ചെയ്യ്, എന്നിട്ടാട്ടെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിൻ അരുണോദയം ഒരു ദുർമുഖമോ? എതിരനെ എതിരിടാൻ സ്വാതന്ത്ര്യത്തിൻ സമരഭടന്മാർ ജൈത്ര പടകമടിക്കുന്നു, ജൈത്ര പടകമടിക്കുന്നു. ആദ്യം പട്ടിണി മാറ്റാൻ മണ്ണിൽ പണി ചെയ്യ്, എന്നിട്ടാട്ടെ സ്വാതന്ത്ര്യം. ഒഴുക്കിനെതിരെ നീന്തും ഞാൻ എതിരൻ, എതിരൻ, എതിരൻ. നന്മകൾ മാത്രം സ്വപ്നം കാണും എതിരൻ, എതിരൻ, എതിരൻ. സ്വാതന്ത്ര്യത്തിൻ എതിരനെ തുരത്തുക, അടിപെടുത്തുക, തുരത്തുക, അടിപെടുത്തുക. വിരട്ടലോ? അത് നിർത്തടാ. വേല മനസ്സിലിരിക്കട്ടെ. ഇറങ്ങി രണ്ടെണ്ണം പൊട്ടിച്ചാലോ? ആര്? താനോ? നിന്റെ നാടകം കണ്ട് കൂവിയാ നീ ആളുകളെ തല്ലു? ഇപ്പൊ ഞാൻ വന്ന് കൂവുകയാണെന്നിരിക്കട്ടെ, നീ തല്ലു? ഇല്ലേ മോനെ. നീ കത്തിയും വീശി കുത്താൻ ചെന്ന വക്കീൽ ഇവിടെ പരാതി തന്നിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് പഠിച്ചതും ഒന്നിച്ച് കളിച്ചു നടന്നതും, അതെ, ഒന്നിച്ച് കളിച്ചു നടന്നതും ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഞാനിന്ന് സ്ഥലം ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. മറന്നിട്ടില്ലേ മോനെ? ഒന്നും. 4 അണ കുറയ്ക്കാം. 14.25 രൂപ. 15 രൂപ, 15 രൂപ, 15 രൂപ, 15 രൂപ. ഇതെന്നാടാവേ പഠിത്തം നിർത്തി കന്നാലി കച്ചവടം തുടങ്ങിയോ? ഫീസ് അടക്കാൻ കാശിലിടാവേ. അപ്പൊ നിന്റെ അച്ഛൻ ഏടങ്ങത്ത് ചെട്ടിന്ന് പിരിക്കുന്നതൊക്കെ എവിടെ കൊണ്ട് കൊടുക്കുക? ഇനി പരീക്ഷ എഴുതണ്ട, പാസ്സാവുകയെന്ന് അച്ഛൻ പറയുന്നത്. അത് തരാ. ഇതിനൊന്നും കൊടുക്കുന്നില്ലയോ? പിന്നെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. എന്താ ഇതിന്റെ പേര്? പേരിട്ടിട്ടില്ല. പേര് വിളിച്ച് അടുത്ത് വന്നാ വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? അയ്യോ പാവം. അയ്യോ കരി കരി. എന്ത് കരി? അയ്യോ ഇത് നമ്മുടെ നാരായണ ചേച്ചിയുടെ ആടല്ലേ ചിന്നു? കരിയടിച്ച് നാണമില്ലല്ലോടാ. ആ പാവം നാരായണ ചേച്ചിയുടെ ആടിനെ അടിച്ചു മാറ്റി കരി അടിച്ച് ചന്തയെ കൊണ്ടു വെക്കാം. അയ്യേ അയ്യേ നീ പൊക്കോ. എനിക്ക് പലതും ഓർമ്മ വരുന്നു. 2 പൊട്ടിക്കുന്നില്ലേ മോനെ? ഇപ്പോഴില്ല. മേലിത് ആവർത്തിച്ചാ നീയാണെങ്കിൽ പോലും എനിക്ക് പൊട്ടിക്കേണ്ടി വന്നേക്കും. ശൗരി ഏമാനം ഉറങ്ങാണ്. എന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങാൻ?
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു അങ്ങ് ഉറങ്ങിപ്പോയി. ആരാടാ ജവഹർ? ആ ദേ ഉണന്നു. സ്വാതന്ത്ര്യം മുണ്ടു കൊടുത്ത് ജുബ്ബായിട്ട് ടോർച്ചുമായിട്ട് വന്നിരിക്കുക. ഇനിയെങ്കിലും ഒന്ന് എഴുന്നേറ്റിരുന്നു കൂടെ ജ്യേഷ്ഠ? ഏമാൻ വന്നത് നിന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്കറിയാം. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടടാ. അത്രേ നീ ചെയ്യുന്നുള്ളൂ. എടാ, നീ ഇൻസ്പെക്ടറായി വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ആ. തൊപ്പിയും മച്ചന്റെ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നാലാള് കൂടുന്നിടത്ത് ഇറങ്ങി നിന്ന് പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാവോ? ആ. നീ ഒന്ന് മനസ്സിലാക്കണം, ഇത് എന്റെ നാട്, എല്ലാരും വേണ്ടപ്പെട്ടവര്. ഏത് വകയിലാണ് ആ ചെറിയ പുറമ്പോക്കി കിടക്കുന്നവർ നിന്റെ ബന്ധുക്കളാവുന്നേ? അവര് വക്കീലിന്റെ ആൾക്കാരാ, പണിക്ക് വന്നവരാ. പണിക്ക് വന്നവരല്ല, പണിയാൻ വന്നവരാണ്. നാട്ടുകാര് പിണങ്ങിയ പകരം പാടത്ത് പണിക്കിറക്കാനാ. ചെയ്യേണ്ടതെന്നാണെന്ന് ഞങ്ങൾക്കറിയാം, ചെയ്യുകയും ചെയ്യും. നീ കാക്കിയിട്ടുണ്ട് നടന്നോ പൊട്ടിക്കും പറഞ്ഞു. പൊട്ടിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഏറുപടക്കെങ്കിലും മേടിച്ച് പൊട്ടിക്കേമാനെ, ഇല്ലയോ? നാരായണ ചേട്ടത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ ചായക്കടയൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ. ചായക്കട ഇരിക്കുന്ന പുറമ്പോക്ക് സ്ഥലം പഞ്ചായത്തിൽ നിന്ന് വലിച്ചു തരുന്നവർക്ക് വോട്ട് കൊടുക്കും. പഞ്ചായത്ത് ചായക്കടയിലോട്ടാക്കാൻ വല്ല വഴിയുണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തിനിങ്ങോട്ടാക്കുന്നത്? ഇപ്പൊ തന്നെ പഞ്ചായത്ത് ഒരു ചായക്കടയാണല്ലോ അല്ലേ? കുറുപ്പിയേട്ടൻ ഇലക്ഷൻ ഒന്നൂടെ. ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാടാ ചിരിക്കുന്നേ? വെറുതെ വോട്ട് ചോദിച്ചു കിടക്കണ്ടല്ലോ, എല്ലാരും ഇങ്ങോട്ട് തന്നെ വരികയല്ലേ. നാരായണ ചേട്ടത്തിന്റെ ചായടി നടക്കും, കുറുപ്പിയേട്ടന്റെ വോട്ട് പിടുത്തോ നടക്കും. ഈ രാജ്യത്ത് ഏറ്റവും സുഖമുള്ള ഏർപ്പാടാ തെരഞ്ഞെടുപ്പ്. ജയിച്ചാലും കശ്, തോറ്റാലും കശ്. ജവഹറെ, ഞാൻ കൂടി നിന്നാലോ? ഓ, നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ? വെയിലിറക്കുമ്പോ കയറി അകത്തിരി. സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഓ, ആരാത്? ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ജയിക്കും. ഉറപ്പാ. വക്കീൽ അദ്ദേഹം നിന്നാ ജയിക്കും, ഇല്ലേ ഞങ്ങൾ ജയിപ്പിക്കും. ഏതായാലും വക്കീൽ അദ്ദേഹം മെമ്പർ ആയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അളിയനെ അങ്ങനെ നിർത്തോ ചാക്കോച്ച? എന്നാ വർത്താനായി പറയുന്നേ? ആയിരപ്പറ കളത്തട്ടിലിരുന്ന് നാട്ടുവർത്താനം പറയുന്ന പോലെ ആണോ പഞ്ചായത്ത്? വക്കീൽ അദ്ദേഹം നിൽക്കുന്നു, ജയിക്കുന്നു. എനിക്കൊരു കണക്കൂട്ടലുണ്ട്. പഞ്ചായത്തിന്റെ അനുവാദത്തോടെ ആയിരപ്പറയിൽ ഒരു കുരിശടി പണിയണം. അത് വേണോ ചാക്കോച്ച? വേണം. പണിക്കാര് കൂടുതൽ ക്രിസ്ത്യാനികളാ, അവരെ കയ്യിലെടുക്കണം. മതം പറഞ്ഞ് ചീട്ടിറക്കിയാലേ വെട്ടേണ്ട അടുത്ത് കൊള്ളൂ. നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാൻ എന്നാ പറയാനാ? സമ്മതിച്ചെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാരും പറഞ്ഞ നിലയ്ക്ക് ഞാൻ സമ്മതിക്കാം. പക്ഷേ എതിരും മഴക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നറിയാമല്ലോ. ഏമാനെതിരായി ഏതവൻ വരാനാ? ഏമാൻ നിന്നാൽ ഒരു പൂതരി എതിർക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കാം. കൈമളേമാൻ ജയിക്കട്ടെ. രണ്ടുപേരുടെ പേരുകളാണ് വന്നിട്ടുള്ളത്. അന്നമ്മൂട്ടുമേടയിൽ ശ്രീ പത്മനാഭ കേബലിന്റെ പേരും പുത്തം വീട്ടിലെ വക്കീൽ ശ്രീ ഗോവിന്ദ മേനോന്റെ പേരും. പത്മനാഭ കേബലിനെ അനുകൂലിക്കുന്നവർ കൈപൊക്കേട്ടെ. ആ, ഇനിയിപ്പോ വക്കീൽ മേനോൻ സാറിന്റെ പേര് പരിഗണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കക്ഷി സ്ഥാനാർത്ഥിയായി അന്നമ്മൂട്ടുമേടയിൽ ശ്രീ പത്മനാഭ കേബലിനെ നിർത്തുന്നു. ചിഹ്നം നിറവറ. തോൽക്കുന്നോ ജയിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ സംഘം വളരണമെങ്കിൽ ശൗരി തന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. ശൗരി നിൽക്കണമെന്ന് ഞാൻ പറയുമ്പോൾ പാർട്ടി നേതൃത്വമാണ് ശൗരിയെ നിർത്തുന്നതെന്ന് മനസ്സിലാക്കുക. തെക്കൻ മേഖലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കുടനെ അങ്ങോട്ട് പോകണം. പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടും. നെൽക്കതിരായിരിക്കും നമ്മുടെ ചിഹ്നം. കുറെ പോസ്റ്ററുകളും അത്യാവശ്യം പണവും എത്തിക്കാനുള്ള ഏർപ്പാട് പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ ചെയ്യിച്ചോളാം. ആലോചിക്കാനൊന്നുമില്ല, ശൗരി നിൽക്കുന്നു. ഒരു ഒട്ടും ശൗരിക്ക്, നമ്മുടെ വോട്ടുകൾ ശൗരിക്ക്. എങ്ങോട്ടാടാ? നിങ്ങളൊന്നും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? കാലം നേരം ഇല്ലേ വഴക്കിടാൻ? എന്നാത്തിനാ ഇപ്പൊ ഇവിടെ വഴക്ക്? എന്നാപ്പാ അപ്പൊ എന്നാ പറ്റി? കൈമൾ അദ്ദേഹത്തിനെതിരായിട്ട് നീ നിൽക്കാൻ പോവാണോ? കൈമൾ അദ്ദേഹത്തിനെതിരായിട്ടല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് തെരഞ്ഞെടുപ്പിന് നിൽക്കണമെന്ന് തീരുമാനിച്ചു. സംഘത്തിൽ എല്ലാരും കൂടെ ചേർന്ന് എന്നെ പിടിച്ചാക്കി. എന്നാ പിടിച്ചാക്കിയവന്മാരുടെ തിണ്ണയിൽ പോയി കിടന്നുറങ്ങിയാ മതി. നിങ്ങൾക്ക് എന്നാത്തിന്റെ സൂക്കേടാ മനുഷ്യ? അകത്ത് പോടി, തൊഴിച്ചു നിന്നെ ഞാൻ. അമ്മച്ചി തൊഴിൽ വാങ്ങിക്കാതെ അകത്ത് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഞങ്ങൾ ഇങ്ങനെ കുറച്ചേരം നിൽക്കാൻ പോവാ. നിന്നെ ഞാൻ ഈ മുറ്റത്ത് പോലും നിൽക്കാൻ അനുവദിക്കില്ലടാ, നന്ദി കെട്ടവനെ. ആ, എന്നാ ഞാനങ്ങ് പോയേക്കാം. പോയാട്ടെ. ആഹാ,
അപ്പൊ ഞാൻ ശരിക്കും പോവാ. പോടാ, എന്നതാടാ എന്ന് മൂപ്പിക്കുന്നേ. അപ്പനാ നാണക്കേട്. ഓ, ഞാനതങ്ങ് സഹിച്ചു. ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും വരാനില്ല. അമ്മച്ചേ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നീ എങ്ങോട്ടാടാ? ഞങ്ങള് അവിടെ ഒരു ആഫീസ് തുറന്നിട്ടുണ്ട്, വായനശാലയില്. അമ്മച്ചിക്ക് എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വരാം. അപ്പനോടും കൂടാ. ഓ, പോടാ, ഇവനൊരു വലിയ ആഫീസർ. തൊഴിച്ച എല്ലാത്തിനെയും പൊടിയാത്ത്. വരാതെ എവിടെ പോകാനാ? ഞെട്ടറ്റ ചോട്ടില്. ഇല്ല മോളെ, ഞാൻ മാറിയേക്കാം. അതാ മാനം. അല്ലച്ചാ, അന്തസ്സായിട്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതാ മാനം. മാറുന്നത് മാനക്കേടാ. ശൗര്യോടൊക്കെ തോക്കുന്നത്. തോക്കൂന്ന് ആര് പറഞ്ഞു? അല്ല മോളെ, പുത്തൻ തലമുറയ്ക്ക് നമ്മളെ ഒന്നും അത്ര കാര്യമല്ല. അവരല്ലേ എണ്ണത്തിലധികം. അതൊന്നും സാരമില്ലച്ചാ, ധൈര്യമായിട്ട് നിൽക്കണം. ഞാനും ഇറങ്ങി പ്രവർത്തിക്കും. വീട് തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കും. അച്ഛൻ എന്തായാലും പിന്മാറരുത്. കൈതക്കാട്ടിൽ ഗോവിന്ദൻ വേലായുധൻ. ഇയാള് ചത്തതാ. എന്ത് വിവരക്കാണ് പറയുന്നത്? ചത്താളെങ്ങനെ ഇവിടെ നിൽക്കും. വോട്ടെടുപ്പാകുമ്പോ ഇങ്ങനെ ചത്തവര് പലരും വന്ന് നിൽക്കും. പക്ഷെ ഇയാള് ചത്തിട്ടില്ല. ഞാൻ ആ മരുന്ന് കൊടുത്തത്. എന്നാ പിന്നെ ഉറപ്പാ ഇയാള് ശവ. ഇയാള് ചത്തിട്ടില്ല. ഗോവിന്ദൻ മൂപ്പന്റെ മോൻ വേലായുധനാ. മൂപ്പനാ ചത്തത്. ആ, ആരോ ചത്തു. ജയ് ജയ്. സാറേ, വോട്ട് ചെയ്യാൻ വരുന്നവരെ വെറുതെ ശല്യപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് തടസ്സം. തടസ്സപ്പെടുത്തിയില്ലല്ലോ, നിങ്ങൾക്ക് ചോദിക്കാം. ഈ നീർക്കോലിയോടൊക്കെ എന്നെ ചോദിക്കാന്? ബാബുചേട്ടാ, പാടത്ത് വെച്ച് കാണുമ്പോ സംസാരിക്കുന്ന പോലെ ബൂത്തി വെച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. നീ എന്നെ ചെയ്യൂടാ പരട്ടെ. നീയൊക്കെ കൂടി അവസാനം എന്നെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാ. ജനാധിപത്യമല്ലേ കുട്ട, ആരെങ്കിലും ഒക്കെ ചാവണ്ടേ? അനാവശ്യ സംസാരം രണ്ടു കൂട്ടരും നിർത്തണം. ഈ വാർഡിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശൗരി 300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ പത്മനാഭ കൈമളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പെട്ടി തുറന്നപ്പോ കൈമള് പൊട്ടി. അയ്യോ പോയേ, അയ്യോ പോയേ, അന്നം പോയേ, ചിഹ്നം പോയേ. അയ്യോ പോയേ, അയ്യോ പോയേ, അയ്യോ പോയേ, അയ്യോ പോയേ, അന്നം പോയേ, ചിഹ്നം പോയേ. അയ്യോ പോയേ, അയ്യോ പോയേ, അന്നം പോയേ, അയ്യോ പോയേ, അന്നം പോയേ, ചിഹ്നം പോയേ. അയ്യോ പോയേ, അയ്യോ പോയേ, അന്നം പോയേ, ചിഹ്നം പോയേ. അയ്യോ പോയേ, അയ്യോ പോയേ, അന്നം പോയേ, ചിഹ്നം പോയേ. ആ, സമ്മതിച്ചു, തോൽവി സമ്മതിച്ചു. സന്തോഷായി ശൗരി. നന്നായി വാ. വരട്ടെ കഴിയുമ്പോ. പോടാ പോടാ വൈദ്യരെ. നടക്കണ വൈദ്യരെ. എന്നാത്തിനാ പതിവില്ലാതെ ഉള്ള കള്ളെല്ലാം കൂടെ വലിച്ചു കയറ്റുന്നത്? കുടിക്കുമടി, കണ്ടമാനം കുടിക്കും. ബോധം കെടുന്നവരെ കുടിക്കും. അത്രയും വിഷമമുണ്ട്. ആ തെമ്മാട് കാരണം എന്റെ ഏമാൻ തോറ്റുപോയത് സഹിക്കാൻ മേലടി. എന്നാലേ ആ വഴിയിലോട്ട് നിന്ന് വലിയ വയലിൽ വിളിച്ചു കൂവ്, പിന്നല്ലാതെ. ആ മരം മോന്ത കിട്ടുന്ന വെച്ചെന്നുണ്ടല്ലോ. പഞ്ചായത്ത് മെമ്പർ ശബരിയുടെ വീടല്ലയോ? പഞ്ചായത്ത് മെമ്പർ ശബരിയുടെ വീടല്ലയോ? അല്ലടാ, അവന്റെ തന്ത പാപ്പിയുടെ വീടാ. നല്ല വാറാന്നല്ലോ. എന്നാ പഞ്ചായത്ത് മെമ്പർ കിട്ടിയ മാല. എന്റെ പട്ടിക്ക് വേണം നിന്റെ മാല. ഇത് എന്റെ അല്ല, അപ്പന്റെ ഏമാൻ എന്റെ കഴുത്തിലിട്ടതാ. പഞ്ചായത്ത് മെമ്പർ ശൗരിക്ക് അന്നമൂട്ടുമേടയിലെ കൈമള ഏമാൻ ഇട്ട മാല. അപ്പാ, മോൻ പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ചു വരുമ്പോ ആട്ടുകയും ചീറ്റുകയും തുപ്പുകയും ചെയ്യുന്ന ഒരപ്പനും ഈ ഭൂമി മലയാളത്തിൽ അപ്പനല്ലാതെ വേറെ കാണത്തില്ല. അപ്പന് തോപ്പിച്ചേച്ച് വന്നു കയറി വീമ്പിളക്കുന്ന ഒരു മോനും ഒരിടത്തും കാണുകയല്ലടാ. അപ്പനെ തോപ്പിച്ചോ? ആര്? അപ്പൻ തെരഞ്ഞെടുപ്പിന് വന്നിരുന്നു? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ ഏമാൻ തോക്കുന്നത് ഈ ഞാൻ തോക്കും പോലെയാടാ. എനിക്കിത് കേൾക്കുമ്പോഴാണ് നാക്കി ഉറിഞ്ഞു വരുന്നത്. അപ്പാ, ഏമാനും ഞാനും കൂടെ തെരഞ്ഞെടുപ്പിന് നിന്നു. ഏമാൻ തോറ്റു, ഞാൻ ജയിച്ചു. അതിന് മാറ്റാൻ പറ്റുമോ? ഞാൻ വെച്ച് ഒഴിഞ്ഞാലും ചിലപ്പോ ഏമാൻ ജയിച്ചെന്ന് വരികയില്ല. പിന്നെയും തെരഞ്ഞെടുപ്പുണ്ടാവും. അതിനും ഏമാൻ. നിർത്തടാ അവന്റെ ഒരു പൊങ്ങച്ചം. എടാ, നീ എത്ര പൊങ്ങിയാലും എന്റെ ഏമാന്റെ
7 നിൽക്കാനുള്ള പൊക്കം നിനക്ക് കിട്ടൂല. എനിക്ക് ഇത്രയൊക്കെ പൊക്കം മതി. ഇല്ലാത്ത പൊക്കം ഉണ്ടെന്ന് വിചാരിച്ച് മണ്ടം കളിക്കുന്നതിനേക്കാൾ ഭേദമാ. ഇല്ലയോ അമ്മച്ചി? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ കൊച്ചനെ. എന്നെ വിട്ടേരെ. നീ ഒന്നും വല്ലതും കഴിക്ക്. നല്ല കൊഞ്ചു കറി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മച്ചി അറിയായിരുന്നു ഞാൻ ജയിക്കുന്നു. ഞാനാ ഒറ്റാലു വെച്ച് 5-6 കൊഞ്ചിനെ പിടിച്ചത്. നീ എന്റെ കുഞ്ഞു പെങ്ങളല്ലയോടി. അപ്പം വല്ലതും കഴിച്ചോ? എനിക്ക് വേണ്ട. വയറ്റി സ്ഥലം കാണത്തില്ലായിരിക്കും ഇല്ലയോ? നല്ല വരുവാണ് തൊഴിക്കാൻ. പാപ്പിച്ചേട്ടോ